നായരി സെക്കൻഡ് മൊഞ്ചത്തി പെണ്ണ്. രചന ബിബിത റിനീഷ്. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഊഞ്ഞേരി. എന്റെ ഈശ്വരാ, ഞാൻ എന്തായി കേൾക്കുന്നത്? നീ ഏത് പെണ്ണിനെ കെട്ടിയാൽ ഇവിടെ ആർക്കും ഒരു പ്രശ്നമില്ല, പക്ഷെ പെണ്ണേതാണെന്ന് പറയടാ. അശോകൻ തലതാഴ്ത്തി ആ ഒരു ദേഷ്യത്തോടെ അടുത്തിരിക്കുന്നവനെ നോക്കി. എടാ അപ്പുക്കുട്ടാ, നീയാണ് ഇവനെ കൊണ്ട് ഈ കോലം കെട്ടിച്ചത്? ഞാനോ? എന്റെ ഭഗവതി! എടാ അശോകൻ, നീ ഇത് കേട്ടില്ലേ? ഞാൻ നിന്നോടാ ചോദിച്ച്. ഒരു പെണ്ണിനെ ഇഷ്ടമാണെന്ന് നിന്നോട് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഇന്ന് തന്നെ അവളെ പോയി കൊണ്ടുവരുമെന്ന് പറഞ്ഞ് ഞാനിപ്പോഴാ അറിയുന്നത്. എടാ അശോക, വേണോ ഇത്? അശോകൻ അപ്പുക്കുട്ടനെ നോക്കി. ഇതിനിടയിൽ സരസ്വതി അകത്തേക്ക് പോയി. അവിടെ കട്ടിലിൽ മലർന്നു കിടന്ന് ഫാനിൽ നോക്കിയാണ് സദാനന്ദൻ. അത് കണ്ടെന്ന് സരസ്വതി കലിയോടെ വന്ന് പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ 24 മണിക്കൂർ മരിച്ച പോലെ കിടന്നോ? നമ്മുടെ മോൻ അശോകനെ ഏതൊരു പെണ്ണിനെ വിളിച്ചിറക്കി കൊണ്ടുവരാൻ പോണൂന്ന്. ആകെയുള്ള ഒരുത്തനാ, അവനെ ഈ കടുങ്കൈ ചെയ്യണേ. എല്ലാവരും കൂടി എന്നെ അങ്ങ് കൊല്ല്. അത് കേട്ടതും സദാനന്ദൻ ചാടി എഴുന്നേറ്റു. എന്താ വിളിച്ചിറക്കി കൊണ്ടുവരുന്നോ? ഏത് പെണ്ണ്? എവിടെയുള്ള? എനിക്കൊന്നും അറിഞ്ഞൂടാ, പോയി ചോദിക്കും. ഉമ്മർത്തിരിപ്പുണ്ട് നിങ്ങളുടെ പുന്നാര മോനവന്റെ വാലും. ആഹാ, അപ്പുകൂട്ടിനും വന്നിട്ടുണ്ടോ? എല്ലാ തൊപ്പിക്കൂട്ടിനും വന്നിട്ടുണ്ട്, ചെല്ല അങ്ങോട്ട്. സദാനന്ദൻ പുറത്തേക്ക് വന്നു. എന്താണോ ഇതൊക്കെ? നിന്റെ അമ്മ പറയുന്നൊക്കെ നേരാണോ? അയാൾ ചോദിച്ചു. അച്ഛാ, ഞാൻ അവളെ ഒത്തിരി സ്നേഹിച്ചു പോയി. എനിക്ക് അവള് മതി. പ്ലീസ് അച്ഛാ, ഒന്ന് സമ്മതിക്ക്. നല്ല പെണ്ണാ എന്റെ റസിയ. ആ റസിയേ? ദൈവേ, മുസ്ലിം കുട്ടിയാണോ നീ സ്നേഹിച്ച് വിളിച്ചിറക്കൊണ്ടുവരാൻ പോണ്? എടാ അപ്പുകുട്ടാ, എന്താടാ ഈ കേൾക്കുന്നത്? എനിക്കൊന്നും അറിഞ്ഞൂടാ പക്ഷേ. ഞാനിവനോട് പറഞ്ഞ, പക്ഷെ ഇവൻ കേൾക്കണ്ടേ? എവിടെയുള്ള ആടാ ഈ പെണ്ണ്? മൈലാഞ്ചി തറവാട്ടിലെ പെണ്ണാ, പേര് കേട്ട വലിയ കുടുംബാ. അത് കേട്ടവൻ കണ്ണും തള്ളി വായും തുറന്ന് സദാനന്ദൻ അരബിത്തിൽ ഇരുന്നു പോയി. എന്തു പറ്റി മാഷേ? ഒന്നുമില്ല മോനെ, കാല് വേദനിക്കുന്ന പോലെ. അതെ, നന്നായിട്ട് ഇരുത്തി തിരുമ്മിയാ മതി, ശരിയാവും. ഒന്ന് തിരുമട്ടെ മാഷേ. പണ്ട് കുറെ പേരൊന്ന് ഇരുത്തി തിരുമിച്ചതാ മോനെ. അച്ഛാ. എന്താ? അച്ഛന് വരും എൻ്റെ കൂടെ ആളുടെ വീട്ടിലേക്ക്. അച്ഛൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ? വാ അച്ഛാ. അത് മോനെ. ഇല്ല, നടക്കില്ല. 3 ആളിന്റെ പേര് ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയ 3ന്റെ മുട്ടുകാലി ഞാൻ തല്ലി ഓടിക്കും, പറഞ്ഞേക്കാം. വേറെ ഒരുത്തിയും കിട്ടിയില്ല. ഒരു മുസ്ലിം പെണ്ണിനെയാണോ നീ വിളിച്ചിറക്കാൻ പോണ്? അങ്ങോട്ട് ചെന്നാ മതി. പോണ പോലെ ആവില്ല തിരിച്ചു വരുന്നേ. 3നെയും വെട്ടി ബിരിയാണി വെക്കും അവര്. അതുകൊണ്ട് എല്ലാം മറന്ന് അടങ്ങി ഒതുങ്ങി ഇവിടെ ഇരുന്നോ. അതും പറഞ്ഞ് സരസ്വതി അകത്തേക്ക് പോയി. സദാനന്ദൻ സ്കൂൾ മാഷാണ്. ജോലിയിൽ നിന്ന് വിരമിച്ചപ്പോൾ അതേ സ്കൂളിൽ അതേ ജോലി മകനായ അശോകന് കിട്ടി. സരസ്വതി ഒരു വീട്ടമ്മയാണ്, തനി നാട്ടുമ്പുറത്തുകാരി. ഒരുള്ളക്കുപ്പേരി പോലെയാണ് മറുപടി. എന്നാലും ആള് വെറും പാവമാണ്. അച്ഛാ, അവസാനമായിട്ട് ഞാൻ ചോദിക്കുക, വരുന്നുണ്ടല്ലയോ? ഇല്ല മോനെ, ഞാൻ വരില്ല. എനിക്ക് പറ്റില്ല. നമുക്കിങ്ങനൊരു ബന്ധം വേണ്ട. ഞാൻ അച്ഛനോട് എന്തു പറഞ്ഞാൽ അച്ഛന് ഓക്കെ പറയുന്ന ആളല്ലേ. എന്നിട്ട് എന്താ അച്ഛാ അപ്പൊ ഇങ്ങനെ? അത് മോനെ. അശോക, നമുക്ക് വേറെ നോക്കടാ. ഇതൊന്നും നമുക്ക് സെറ്റാവില്ല. അപ്പൊ കൂടെ നീ എന്റെ കയ്യിൽ നിന്ന് മേടിക്കും. എല്ലാത്തിനും കൂട്ടുന്നുണ്ട്. ഇപ്പൊ കാല് മാറുന്നോ? എടാ, വേറൊന്നുകൊണ്ടല്ല, റസിയുടെ വാപ്പ പഴയ കരളിയാ. എന്ത്? അല്ല, കളരിയാ. അങ്ങോട്ട് ചെന്നാ അവര് നമ്മളെ നിന്റെ അമ്മ പറഞ്ഞ പോലെ വെട്ടി മട്ടൻ ബിരിയാണി വെക്കും. എന്നാ ആരും വരണ്ട, ഞാൻ ഒറ്റയ്ക്ക് വെക്കോളാം. അശോക വേണ്ട, നീ പോടാ. വെല്ലുവിളി പോലെ പോയ അശോകൻ പിന്നീട് കിളി പോയതുപോലെ തിരിച്ചു വന്നു. അവന്റെ വരവ് കൊണ്ട് അപ്പുക്കുട്ടൻ ചോദിച്ചു, എന്താ അശോക, റസിയ വന്നില്ലേ? അശോകൻ ഒന്നും മിണ്ടാതെ അപ്പുക്കുട്ടനെ നോക്കി. ശേഷം സദാനന്ദനെയും. അവന് നോട്ടം കണ്ട അയാൾക്ക് കാര്യം പിടികിട്ടി. എന്നാലും ഒന്നും മിണ്ടാനോ ചോദിക്കാനോ നിന്നില്ല. അശോകൻ സദുവിന്റെ അടുത്തൊന്ന് ചോദിച്ചു, റസിയുടെ വാപ്പ സലീമിന് അച്ഛനറിയോ? അറിയാം. എങ്ങനെ? പരിചയമുണ്ട്. എങ്ങനെയുള്ള പരിചയം? സദു ഒന്നും മിണ്ടിയില്ല. അശോകൻ അപ്പുക്കുട്ടനെ നോക്കി. അവനോട് പോയിക്കൊള്ളാൻ പറഞ്ഞു. അവൻ ശരിയെന്ന് പറഞ്ഞ് പോയി. സദു ഒന്നും മിണ്ടാതെ അകത്തേക്ക് പോയി. അച്ഛാ പറ, അച്ഛനെന്തെങ്കിലും മറക്കുന്നുണ്ടോ? മോനെ, അത് റസിയുടെ വാപ്പ പറഞ്ഞു മൈലാഞ്ചി തറവാടിനെ കുറിച്ച് സദാനന്ദ മാഷെ നന്നായിട്ട് അറിയാമെന്ന്. ചെന്ന് ചോദിച്ചു നോക്കാൻ. പറ അച്ഛാ, എനിക്കറിയണം. പറയാം ഞാൻ. അയാൾ പതുക്കെ എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു. സമയം രാത്രിയായിട്ടുണ്ട്. ചെറിയ മഴയുമുണ്ട്. ചുറ്റും തണുപ്പ് വന്ന് മൂടി. അയാൾ ഉമ്മറത്തെ ചാരുകസേലിരുന്ന് താഴെ അശോകനും കണ്ണുകളടച്ചൊരു ദീർഘശ്വാസം എടുത്തു. അയാൾ പറഞ്ഞു തുടങ്ങി, മൈലാഞ്ചി തറവാട് വലിയ പേരേട്ട തറവാടാ. അതാ വീട്ടിൽ എന്നും ആഘോഷ. ഓരോ ചെറിയ സന്തോഷത്തിനും അവിടെ വലിയ ആഘോഷമായിരിക്കും. എൻ്റെ അമ്മ അവിടുത്തെ അടുക്കള പണിക്ക് പോയിട്ടുണ്ട് കുറച്ച് നാള്. ആണോ? ആ തറവാട്ടിൽ അച്ഛനും അമ്മയും സഹോദരനും സഹോദരിയും പിന്നെ മുത്തശ്ശനും മുത്തശ്ശിയും. വയസ്സായ 2 പേരും മരുന്നിൻ്റെ ലോകത്ത് ജീവിക്കുന്നവരാ. നല്ല പ്രായത്തിൽ മധുരപലഹാരങ്ങളും എണ്ണപ്പലഹാരങ്ങളും പിന്നെ നമ്മുടെ മനസ്സ് വാശി പിടിക്കുന്ന കുറേ ഭക്ഷണങ്ങളുണ്ടല്ലോ, അതൊക്കെ ആ സമയത്ത് ഒന്നോർക്കാൻ നന്നായിട്ട് കഴിച്ചിരുന്നു. പക്ഷെ അതിൻ്റെയൊക്കെ റിസൾട്ട് വരുന്ന വയസ്സാകുമ്പോഴാ. അങ്ങനെ ഒരു റിസൾട്ട് അവർക്കും വന്നു. എന്തായിരുന്നു? മീനും ഇറച്ചിയെ ഒഴിവാക്കണം, പച്ചക്കറി നന്നായിട്ട് കഴിക്കണം, മധുരം പാടെ ഒഴിവാക്കുക, എണ്ണപ്പലഹാരം ഒഴിവാക്കുക. ഇതൊക്കെയായിരുന്നു റിസൾട്ട്. പക്ഷെ ആ വീട്ടിൽ അവരുടെ മകനും ഭാര്യയ്ക്കും മക്കൾക്ക് ഇതൊന്നും ഒഴിവാക്കാൻ പറ്റില്ല. എല്ലാവരുടെയും ഇഷ്ടത്തിന് വെച്ചുണ്ടാക്കാനും പറ്റില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാ ആ മുത്തശ്ശനും മുത്തശ്ശിക്ക് വേണ്ടി മാത്രം പാചകം ചെയ്ത് കൊടുക്കാൻ എൻ്റെ അമ്മ വീട്ടിലെത്തുന്നത്. അതെങ്ങനെ? അശോകൻ ചോദിച്ചു.
സുഹ്റ, എൻ്റെ സുഹി. എൻ്റെ ക്ലാസ്സിൽ എന്നോടൊപ്പം പഠിച്ചവള്. നന്നായിട്ട് പാട്ട് പാടും, ഒപ്പനയും കളിക്കും, പടം വരക്കും, പഠിക്കാനും മിടിമിടിക്കായ ഒരു 15 വയസ്സായി പെണ്ണ്. അരിയിലൂടെ പോകുമ്പോൾ നല്ല അത്തറിൻ്റെ മണമായിരുന്നു. അവളുടെ അടുത്ത കയ്യിൽ എപ്പോഴും ഒരു മൈലാഞ്ചി ചുവപ്പുണ്ടാവും. ഒരു മൊഞ്ചത്തി പെണ്ണ്. ഈ നായരി ചക്കൻ്റെ മനസ്സിൽ ആദ്യമായിട്ട് ഇടം പിടിച്ച പെണ്ണ്. ഒരു ദിവസം ഉച്ച സമയം അവൾ ഒറ്റയ്ക്കിരിക്കുന്നത് ഞാൻ കണ്ടു. നോക്കിയപ്പോൾ മുഖത്തൊരു വിഷമം. ഞാൻ കാരണം ചോദിച്ചു. സുയി, എന്തു പറ്റി? മുഖം വല്ലാണ്ടിരിക്കുന്നല്ലോ, എന്താ കാര്യം? അവൾ മുഖമുയർത്തി നോക്കി. സുഹി അല്ല, സുഹ്റ. സുഹി എന്ന് വിളിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല. എന്നാ സുഹി പറ, എന്താ മുഖത്തൊരു വാട്ടം? എനിക്ക് വിശക്കുന്നു. അതാണോ കാര്യം? ചോറുണ്ടോന്നില്ലേ? എടുത്ത് കഴിക്കും, ഞാനും കഴിക്കാൻ പോവാ. ഞാൻ ചോറ് കൊണ്ടുവന്നില്ല, സമയം വൈകിപ്പോയതുകൊണ്ട് ചോറെടുക്കാൻ മറന്നുപോയി. അത്രേ ഉള്ളൂ, വാ ഞാൻ തരാം, നമുക്ക് പാതിയിട്ട് കഴിക്കാം. വേണ്ട, സാധാരണ കഴിച്ചോ. തൻ്റെ ഭക്ഷണം ഞാനും കൂടി കഴിച്ചാൽ തൻ്റെ വിശപ്പ് മുഴുവൻ പോവില്ല, അതുകൊണ്ട് താൻ കഴിച്ചോ. അതെ, ഈ താൻ വിളിയൊന്നും വേണ്ട. സദാനന്ദൻ അതും വേണ്ട. സതു അത് മതി. പിന്നെ അരപ്പട്ടിണിയിൽ ജീവിതം പഠിച്ചവനാ ഞാൻ. മുഴുപ്പട്ടിണി വരെ കിടന്നിട്ടുണ്ട്. അപ്പം പിന്നെ സുഖി കുറച്ച് ചോറെന്ന് ഞാൻ പട്ടിണി കിടന്നുകൊണ്ട് ഞാൻ മരിച്ചു പോയില്ല, കേട്ടല്ലോ. അതുകൊണ്ട് ഇതാ മുഴുവനും താൻ കഴിച്ചോ. അവൻ ആ പൊതിച്ചോറ് സൂറയ്ക്ക് നീട്ടി. വേണ്ടെന്ന് കുറെ പറഞ്ഞുവെങ്കിലും സതുവളെ നിർബന്ധിച്ച് കഴിപ്പിച്ചു. വെള്ളച്ചോറിനൊപ്പം വൻപയർ തോരനും ക്യാബേജ് തോരനും ചുട്ടമുളകിന്റെ ചമ്മന്തിയും കണ്ണിമാങ്ങ അച്ചാറും ഉണ്ടായിരുന്നു. കണ്ടപ്പോഴേ സൂര്യയുടെ വായിൽ കപ്പലോടി. വയറ് നിറയുവോളം അവൾ ആ പൊതിച്ചോറ് ആസ്വദിച്ച് കഴിച്ചു. ഇതേ സമയം ഒരു പുഞ്ചിരിയോടെ സൂറയെ വായി നോക്കിയിരിക്കുകയായിരുന്നു സതു. മുഴുവനും കഴിച്ചു കഴിഞ്ഞ് അവൾ കൈ കഴുകി വന്നു. സതു അപ്പോഴാ ഇരിപ്പിരിക്കുകയായിരുന്നു. സൂറ അവനെ തട്ടി വിളിച്ചു. സതു, സതു, ഇയാളിത് ഏത് ലോകത്താ പഠിച്ചവനെ? എടോ സതു. എന്താ സൂയി? ഇയാളത് എവിടെയാ? ഞാൻ കൈ കഴുകി വന്നിട്ട് പോലും അറിഞ്ഞില്ലേ? ദൈവമേ, ഞാൻ ഇത്രയും നേരം ഇവിടെ നോക്കിയിരിക്കുകയായിരുന്നു. സദാനന്ദ, നിന്റെ സമയം ശരിയല്ല. മുഴുവനും കഴിച്ച സൂയി, എങ്ങനെയുണ്ട്? ഇഷ്ടമായോ? എൻ്റെ അമ്മയുണ്ടാക്കിയതാ. ഒത്തിരി ഇഷ്ടമായി സതു. എല്ലാത്തിനും നല്ല രുചി. സതു ഭാഗ്യവാനാ, ഇത്രയും രുചിയുള്ള ഭക്ഷണം ദിവസം കഴിക്കാമല്ലോ. ഏയ്, അങ്ങനെയൊന്നും പറയേണ്ട കാര്യമില്ലടൂ. തൻ്റെ അമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണം നല്ലത് തന്നെയല്ലേ. അപ്പോൾ പിന്നെ അതും ഇതും തമ്മിൽ താരതമ്യം ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ അമ്മയുണ്ടാക്കുന്ന ഭക്ഷണത്തിൻ്റെ ഒപ്പം അമ്മയുടെ സ്നേഹം ഉണ്ടാവും, അതാണ് രുചി കൂടുന്നത്. പക്ഷെ എൻ്റെ വീട്ടിൽ എപ്പോഴും മീനിറച്ചിയാണ്, പലപ്പോഴും മാത്രമേ പച്ചക്കറി ഉണ്ടാവൂ. സാറില്ല, നാളെ മുതൽ സൂയിക്ക് വേണ്ടി ഞാൻ ഓരോ വിഭവങ്ങൾ കൊണ്ടുവരാം. അങ്ങനെ പിറ്റേന്ന് മുതൽ ഞാൻ അവൾക്ക് വേണ്ടി ഓരോ കറികൾ കൊണ്ടുകൊടുക്കും. അതൊക്കെ ആസ്വദിച്ച് കഴിക്കുന്ന സുഹിയെ ഞാൻ പ്രണയത്തോടെ നോക്കുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം അവൾ എന്നോട് പറഞ്ഞു, അവളുടെ മുത്തശ്ശിക്കും മുത്തശ്ശിനും മാത്രം വേണ്ടി പാചകം ചെയ്തു കൊടുക്കാൻ ഒരാൾ അവളുടെ വീട്ടിൽ വേണമെന്ന്. ഞാൻ നോക്കട്ടെ, കിട്ടിയാൽ പറയാൻ സുഹി. വേണ്ട സതു, ആൾ നിന്റെ കയ്യിൽ തന്നെ ഉണ്ട്. എൻ്റെ കയ്യിലോ? ആര്? വേറെ ആരുമില്ല, നിന്റെ അമ്മ. ഒന്ന് പോയിടി, നിന്റെ വീട്ടിൽ അടുക്കള പണിക്ക് ഞാൻ എൻ്റെ അമ്മയെ വിടാനോ? അതൊന്നും നടക്കില്ല. അയ്യോ സതു, നീ തെറ്റിദ്ധരിക്കല്ലേ. ഞാൻ പറഞ്ഞു വന്ന് നിന്റെ അമ്മ ഒരുപാട് കഷ്ടപ്പെടലേ നിന്നെ പഠിപ്പിക്കുന്നേ. അത്രയും കഷ്ടപ്പാട് എൻ്റെ വീട്ടിലുണ്ടാവില്ല. പാചകം മാത്രം ചെയ്താൽ മതി, മറ്റൊരു പണിയുണ്ടാവില്ല. സത്യം, എനിക്കും കഴിക്കാമല്ലോ. പ്ലീസ് അമ്മയോടൊന്ന് പറഞ്ഞു നോക്കൂ സതു. പറ്റില്ല സൂയി, ഞാൻ സമ്മതിക്കില്ല. നീ പറഞ്ഞാൽ ശരിയാ, കൂലിപ്പണി ചെയ്ത എൻ്റെ അമ്മ എന്നെ വളർത്തുന്നത്. ആദ്യ ദിവസം ഞാൻ ഓരോ പണി ചെയ്യുന്നുണ്ട്, പക്ഷെ ആരുടെയും വീട്ടിലെ വേലക്കാരിയാവാൻ എൻ്റെ അമ്മയെ ഞാൻ അനുവദിക്കില്ല. അത്രയും പറഞ്ഞുകൊണ്ട് സതു ദേഷ്യത്തിൽ അവിടുന്ന് പോയി. അന്ന് വൈകിട്ട് ഞാൻ സ്കൂളിൽ നിന്ന് വീട്ടിൽ ചെന്നപ്പോൾ എൻ്റെ അമ്മ ഒരുപാട് സന്തോഷത്തിലായിരുന്നു. ഞാൻ കാരണം ചോദിച്ചു. എന്താ അമ്മ ഇത്ര സന്തോഷം? എൻ്റെ അമ്മയ്ക്ക് ലോട്ടറി ഞാൻ അടിച്ചോ? അടിച്ചു മോനെ, നല്ലൊരു ഭാഗ്യ ലോട്ടറി. ഏത് ലോട്ടറി? അമ്മ കാര്യം പറ. മോനെ, അമ്മയ്ക്കൊരു വലിയ വീട്ടിൽ ജോലി കിട്ടിയിട്ടുണ്ട്. മൈലാഞ്ചി എന്നൊരു വലിയ തറവാട്ടിൽ. വയസ്സായ ഒരു മുത്തശ്ശനും മുത്തശ്ശിക്കും വേണ്ടി ഭക്ഷണം പാചകം ചെയ്ത് കൊടുക്കണം. അതുമാത്രം, മറ്റുള്ള പണികളൊന്നുമില്ല. നല്ല ശമ്പളം കിട്ടും. അതുകൊണ്ട് നാളെ മുതൽ അമ്മ അങ്ങോട്ട് പോകും കേട്ടോ. വേണ്ട, ഞാൻ സമ്മതിക്കില്ല. എനിക്കറിയാം അമ്മ പറഞ്ഞ വീട്. എൻ്റെ ക്ലാസ്സിലെ സൂര്യയുടെ വീടാണത്. അമ്മ ആരുടെയും ജോലിക്കാരിയാവണ്ട, ഞാൻ സമ്മതിക്കില്ല. അത് കേട്ടത് സാവിത്രി സങ്കടത്തോടെ അവനെ നോക്കി പറഞ്ഞു. മോനെ, നിന്റെ അച്ഛൻ പോയ ശേഷം ഒരു ദിവസം പോലും വിശ്രമമില്ലാതെ ഞാൻ ജോലി ചെയ്താൽ നിന്നെ നോക്കുന്നത്. മോനും കുറേ കഷ്ടപ്പെടുന്നുണ്ടെന്ന് അമ്മയ്ക്കറിയാം. പക്ഷെ എത്ര കഷ്ടപ്പെട്ട് പണിയെടുത്താലും കിട്ടുന്നതോ ചെറിയ തുകയാണ്. പക്ഷെ ഈ തറവാട്ടിൽ ജോലിക്ക് പോയാൽ പിന്നെ നമുക്ക് വേറൊരു ജോലിക്കും പോവേണ്ടി വരില്ല. എൻ്റെ മോൻ സമ്മതിക്കണം, നല്ല ശമ്പളമുണ്ട്. അപ്പുറത്തെ വീട്ടിലെ സരോജിനി ചേച്ചിയാണ് പറഞ്ഞത് അവിടുത്തെ കാര്യം. നമ്പരും തന്നു. വിളിച്ചപ്പോൾ നാളെ വരാൻ പറഞ്ഞു. മോൻ തടസ്സം നിൽക്കരുത്. അങ്ങനെ മനസ്സിലോടെ ഞാൻ സമ്മതിച്ചു. പക്ഷെ എന്തോ സുഹിയോട് പിന്നെ ഞാൻ മിണ്ടിയില്ല. അവൾ എൻ്റെ പുറകെ കുറെ വന്നു. എന്നിട്ട് ഞാൻ തിരിഞ്ഞു നോക്കിയില്ല. ആ തറവാട്ടിൽ ജോലിക്ക് പോയ ശേഷം ഞങ്ങളുടെ ജീവിതം പച്ച പിടിച്ചു. അമ്മയും ഒരുപാട് സന്തോഷിച്ചു. അങ്ങനെ ഒരു ദിവസം, മോനെ, നീ എന്താ സുഹ്റമ്മളോട് മിണ്ടാൻ നടക്കുന്നു? പാവം കുട്ടി എൻ്റെ മുന്നിൽ നിന്ന് കുറേ കരഞ്ഞു. എടാ, ആ കുട്ടി നമ്മുടെ കഷ്ടപ്പാട് കണ്ടിട്ടാ അത് നിന്നൊരു സഹായം പോലെ പറഞ്ഞു. അതിപ്പോൾ ആ കുട്ടി പറഞ്ഞാലും ഇല്ലെങ്കിലും ആ വീട്ടിലെനിക്ക് ജോലി കിട്ടുന്നുള്ള ദൈവം നിശ്ചയ. അതുകൊണ്ട് എൻ്റെ മോൻ നാളെ തന്നെ ആ കുട്ടിയോട് മിണ്ടണം. അങ്ങനെ ഞാൻ പിറ്റേന്ന് തന്നെ സുഹിയോട് മിണ്ടിത്തുടങ്ങി. ഞങ്ങളുടെ സൗഹൃദം വളർന്നുകൊണ്ടേയിരുന്നു. പിന്നീട് പതിയെ പതിയെ ഞങ്ങൾ അടുത്തു. ഒടുവിൽ പിരിയാൻ പറ്റില്ലെന്ന അവസ്ഥയിലായി. പഠിത്തെല്ലാം കഴിഞ്ഞാൽ സ്കൂളിൽ മാഷായി ജോലിക്ക് കയറി. അവളും ജോലിക്ക് പോകാൻ ആഗ്രഹിച്ചു. പക്ഷേ വീട്ടുകാർ സമ്മതിച്ചില്ല. പിന്നെ അടുത്ത വീട്ടിലെ കുട്ടികൾക്ക് ട്യൂഷൻ എടുത്ത് അവളും വീടിനുള്ളിൽ കഴിഞ്ഞു. ഇതിനിടയിൽ അവൾക്കൊരു യുവാലോചന വന്നു. പെണ്ണ് കാണാൻ വരുന്നുണ്ടെന്ന് അറിഞ്ഞ തലേ ദിവസം അവളിൻ്റെ അടുത്തേക്ക് വന്നു.
സതു, നാളെ എന്നെ കാണാൻ ഒരു കൂട്ടർ വരുന്നുണ്ട്, ഞാൻ ഇറങ്ങി വരട്ടെ, നമുക്ക് എങ്ങോട്ടെങ്കിലും പോവാം. പക്ഷേ ഞാൻ തിരിച്ചെന്തെങ്കിലും പറയുന്നതിന് മുമ്പ് സൂയിയുടെ ഏട്ടൻ സലീം ഞങ്ങളെ കണ്ടു. സൂറ, അപ്പൊ ഇതാളെടി നിന്നെ കാത്തിരിക്കുന്ന നിന്റെ കൂട്ടുകാരി. എടാ, നിനക്കൊക്കെ നാണുണ്ടോടാ? എന്റെ വീട്ടിലെ ചോറിന്ന് വളർന്നിട്ട് ഇതിന്റെ നന്ദി ഇങ്ങനെയൊക്കെ തന്നെ കാണിക്കണം. സലീം, ഞാനൊന്ന് പറയട്ടെ. ആ നിമിഷം തന്നെ സലീമിന്റെ കൈ സതുവിന്റെ കവിളിൽ പതിഞ്ഞ് അതുകൊണ്ട് സൂറ പേടിച്ചു പോയി. സലീം വീണ്ടും അടിക്കാൻ കൈപൊക്കിയപ്പോൾ സൂറ സതുവിന്റെ മുമ്പിൽ നിന്നു. വേണ്ടിക്ക, ഒന്ന് ചേരുത്, ഞങ്ങൾ എവിടെയെങ്കിലും പോയി ജീവിച്ചോളാം, എനിക്ക് സതുവിനെ വേണം. തൊഴുകയോടെ സൂറ പറഞ്ഞു. അടുത്ത നിമിഷം സലീം സൂറയുടെ കവിളിലും കൊടുത്തു വന്ന്. നിനക്ക് ഇവന്റെ കൂടെ പോർക്കണം, അരടി നിന്നെ പോർപ്പിക്കാടി. സലീം അവളെ ബലമായി പിടിച്ച് കാറിനരികിലേക്ക് നടന്നു. അതുകൊണ്ട് സതു സലീമിന്റെ കയ്യിൽ പിടിച്ച് തടഞ്ഞു. സലീം, അവളൊന്ന് ചേരുത്, തെറ്റിയത് മുഴുവൻ ഞാനാ, അവളെ വേദനിപ്പിക്കരുത് പ്ലീസ്. മാറാ, എന്റെ അനിയത്തെ ഞാൻ അടിക്കും കൊല്ലും, നീ ആരടാ ചോദിക്കാൻ? നിനക്കുള്ള ഞാൻ വേറെ തരുന്നുണ്ട്, ഇപ്പൊ ഇവൾക്കുള്ള കൊടുത്തിട്ട് വരാം. സലീം അവളെ പിടിച്ചു വലിച്ചുകൊണ്ട് തിരിച്ചു നടന്നു. സൂറ ആവുന്ന വിധം അവന്റെ കൈ പിടിച്ച് സതുവിന്റെ അരികിലേക്ക് ഓടിച്ചെന്ന് അവന് കെട്ടിപ്പിടിച്ചുകൊണ്ട് കരഞ്ഞു പറഞ്ഞു. എന്നെ വിട്ടുകൊടുക്കലേ സതുവേട്ട, ഞാൻ പോയില്ല, എനിക്ക് പേടിയാ, എന്നെ കൊണ്ടുപോലെന്ന് പറ, ഞാൻ പോയില്ല. ആ നിമിഷം സതുവും കരഞ്ഞുപോയി. അവനവളെ ചേർത്ത് പിടിച്ച് സലീമിനെ നോക്കി. അപ്പോഴാണ് മറ്റൊരു കാറിൽ സൂറയുടെ വാപ്പ സുബൈർ വന്ന് കൂടെ അയാളുടെ 2 പണിക്കാരും ഉണ്ടായിരുന്നു. സൂറ പേടിയോടെ സതുവിന്റെ നെഞ്ചിൽ മുഖമൊളിപ്പിച്ചു. ഈ എന്ത് കാണാൻ നിക്കടാമേ, പോയി പിടിച്ചോണ്ട് പാടാവളെ. അത് കേട്ട് സലീം അവിടെ അടുത്ത് നിന്ന് സൂറയുടെ കയ്യിൽ പിടിച്ച് വലിച്ചു സതുവിൽ നിന്ന് അകറ്റി. സൂറ അലറി കരഞ്ഞു. ഏണ്ടുപ്പ, ഞങ്ങൾക്ക് ജീവിക്കണം, ഞാൻ വിട്ടേക്ക്, കാല് പിടിക്കാൻ ഞാൻ. ഇത്രയും കാലം എന്നെ പൊന്നുപോലെ നോക്കി വളർത്തിയ ഉപ്പാനേക്കാളും വലുതണക്ക് ആ ചെക്കനെയല്ലേ? ഓന്റെ അമ്മ ഞമ്മളെ വീട്ടിലെ അടുക്കളക്കാരിയാ, അത് മറന്നൊയ്യ്. സുബൈർ സതുവിനെ നോക്കി. അന്റെ ഉമ്മാന്റെ പണി ഇന്നത്തോടെ തീർന്ന്, ഇനിയെങ്ങാനിന്റെ പോരയിൽ എന്റെ ഉമ്മ അടുക്കളപ്പണിക്ക് വന്നാ വരരുത്, അതും പറഞ്ഞ് സൂയി അവരെ കൊണ്ടുപോയി. അന്നത്തെ ദിവസം നല്ല ദേഷ്യത്തിലും സങ്കടത്തിലാ എൻ്റെ അമ്മ വീട്ടിലേക്ക് വന്ന് എന്നെ കുറെ വഴക്ക് പറഞ്ഞ് തല്ലുകയും ചെയ്തു. നിനക്ക് എങ്ങനെ തോന്നിയടാ ആ കുടുംബത്തോട് ഇത്രയും വലിയ നന്ദിയേട് കാണിക്കാൻ? എൻ്റെ ജോലി പോയതിലല്ല എനിക്ക് സങ്കടം, എന്തൊക്കെ അബോധം അവിടെ എന്നെക്കുറിച്ച് പറഞ്ഞ് ആ നിമിഷം ഞാൻ മരിച്ചു പോയെങ്കിലും ഇവർ ആഗ്രഹിച്ചു. സതു നിറഞ്ഞ കണ്ണോടെ സാവിത്രിയുടെ കാലിൽ വീണു. അമ്മേ, എന്നോട് ക്ഷമിക്കാമ്മേ, ഞാൻ അവളെ സ്നേഹിച്ചു പോയി, അത്രയ്ക്ക് ആഗ്രഹിച്ചു പോയി. ആ സമയത്ത് ഞാൻ ജാതി മതമൊന്നും ഓർത്തില്ല, എന്നോട് പോർക്കാമ്മേ. സാവിത്രി മകന്റെ തലയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു. എൻ്റെ മോനെ, സ്നേഹത്തിന് ജാതിയോ മതമൊന്നുമില്ല, പക്ഷെ ജീവിതത്തിൽ ഇതൊക്കെ പ്രധാന, പ്രത്യേകിച്ച് മനുഷ്യരുടെ കാര്യത്തിൽ. മൃഗങ്ങളെ പോലെയല്ല മനുഷ്യർ, അവരൊക്കെ ശരീരത്തിന് മാത്രമേ വേദന ഉണ്ടാക്കുന്ന മുറിവുണ്ടാക്കൂ. അത് മരുന്ന് വെച്ചാൽ മാറും, പിന്നെ ആ മുറിവിൽ നിന്ന് വേദന ഉണ്ടാവില്ല. എന്നാൽ മനുഷ്യരെ അങ്ങനെയല്ലടാ, അവർ ശരീരത്തിൽ മാത്രമല്ല മനസ്സിന് മുറിവ് തരും. എത്ര മരുന്ന് വെച്ചാലും മാറില്ല ആ മുറിവ്, അതിലെ വേദന, അത് മരണം വരെ ഉണ്ടാവും. സൂറമോള് പാവ, നല്ല കുട്ടിയാ, അമ്മക്ക് ഒത്തിരി ഇഷ്ടമാണ്. എപ്പോഴും അതിനെ ചിരിച്ച മുഖേ ഞാൻ കണ്ടിട്ടുള്ളൂ. പക്ഷെ ഇന്ന്. സതു അമ്മയെ നോക്കി. ഇന്ന് പറമ്മേ, എന്തുണ്ടായത്? ആരോട് എന്തെങ്കിലും ചെയ്തോ? സതു പേടിയോടെ ചോദിച്ചു. സാവിത്രിയുടെ മനസ്സ് കുറച്ചു മുമ്പ് നടന്ന സംഭവത്തിലേക്ക് പോയി. സൂറയുടെ വീട്ടിൽ. ആമിന, ആമിന, ഞമ്മളിവിടെ ഉണ്ട്, ഇവിടെ ഇങ്ങനെ ഒച്ച വെക്കണ്? പെൺകുട്ടിയുടെ ഉമ്മയാണെന്ന് പറഞ്ഞ് നടന്നാ പോരാ, ഓളെ മര്യാദക്ക് വളർത്താൻ പഠിച്ചണം. ഓളെ മര്യാദക്ക് തന്നെ നമ്മൾ വളർത്തിയത്, ഓളെ മാത്രല്ല ഓനി. ഇപ്പൊ എന്താ ഉണ്ടായേ? ഓള് എന്തിനാ പുറത്തേക്ക് പോയത്? ഓളുടെ കൂട്ടുകാരിയെ കാണാൻ. ആമക്കേ, കൂട്ടുകാരി? ഏത് കൂട്ടുകാരി? ഇവിടുത്തെ അടുക്കളക്കാരി സാവിത്രിയുടെ ചെക്കനെ കാണാനാ ഓള് പോയത്. ഓല് രണ്ടും തമ്മിൽ ഇഷ്ടത്തിലാ. സത്യം പറഞ്ഞോ, ഇജ്ജും കൂടി അറിഞ്ഞിട്ടാണോ ഇതൊക്കെ? റബ്ബേ, ഞമ്മളെന്തേ കേക്കണ്? ഞമ്മള് മനസ്സാവാച അറിയാത്ത കാര്യങ്ങൾ പറയണ്. നയ്യനെ ചോദിക്ക്, ഓളുടെ മനസ്സിലെന്താന്ന്. ഞമ്മള് ചോദിച്ചാ പിന്നെ ഓള് ഉണ്ടാവില്ല. സൂര, സത്യം പറ, അന്റെ ബാപ്പ പറഞ്ഞത് നേരാണോ? ഉമ്മ മോളെ നല്ല രീതിക്കല്ലേ വളർത്തിയത്? ഇന്നേ വരെ ഈ കുടുംബത്തിലോട്ടോ നാട്ടിലോട്ടോ എന്നെ പറ്റി മോശം പറഞ്ഞിട്ടില്ല. പറ സൂര, ഈ ആ സാവിത്രിയുടെ ചക്കനും തമ്മിൽ എന്താ ബന്ധം? ഉമ്മ, നീ സാധുവിന് ഒത്തിരി ഇഷ്ടം, ഓനെനിക്ക് വേണം, എനിക്ക് മറക്കാൻ പറ്റില്ല. പറഞ്ഞു കഴിഞ്ഞാൽ സലീമിന്റെ കൈ വീണ് സൂറയുടെ കവിളിൽ പതിച്ചു. ഓൻ ജീവനോടുണ്ടെങ്കിലല്ലേ ഈ ഓന്റെ കൂടെ പൊറുക്കൂ? ഓനെ ഞാനും കൊന്നാലോ? സൂറ ഞെട്ടലോടെ സലീമിനെ നോക്കി. താലൂലിച്ച് വളർത്തിയ കൈ കൊണ്ട് എന്നെ തല്ലാൻ എനിക്ക് പറ്റുമെങ്കിൽ എന്റെ മനസ്സിലുള്ളവനെ കൊല്ലാൻ എനിക്ക് പറ്റും. കാണണക്ക് ഓൻ ജീവനോട് ഇരിക്കണമെങ്കിൽ ജീ നിക്കായിന് അമ്മയ്ക്കണം, ഇല്ലെങ്കിൽ ഓനെ മാത്രല്ല ഓന്റെ ഉമ്മാനെയും കാണില്ല. വെറും വാക്കല്ല സൂറ, ഞമ്മൾ പറഞ്ഞ പോലെ ചെയ്തിരിക്കും. അത്രയും പറഞ്ഞുകൊണ്ട് അവൻ തിരിഞ്ഞതും വാതിൽപ്പടിയിലെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്ന സാവിത്രിയാണ് കണ്ടത്. അവരുടെ കണ്ണുകൾ ഭയത്താൽ നിറഞ്ഞിട്ടുണ്ട്. സലീം അവരുടെ അടുത്തേക്ക് ചെന്നു. ഈ കുടുംബത്തിലെ ഒരേ ഒരു പെണ്ണാ സൂറ, ഓൾ തന്നെ വേണോ അടുക്കളക്കാരുടെ മകന്? നാണുണ്ടോന്? അവൻ ഇനി നിങ്ങളും കൂടി അറിഞ്ഞിട്ടാണോ ഇതൊക്കെ? സലീമേ, സുബൈർ കനത്ത ശബ്ദത്തിൽ വിളിച്ചു. അയാൾ സാവിത്രിയുടെ അടുത്ത് വന്നു. അവർ തലകുനിച്ച് കരയുകയാണ്. സാവിത്രി അവർ തല ഉയർത്തി നോക്കി. നിങ്ങളോട് ഞമ്മക്കൊരു ദേഷ്യമില്ല, പക്ഷേ എങ്കിൽ എന്റെ മോൻ ചെയ്ത പ്രവൃത്തി നല്ലതാണോ? നീക്കൊരു മോളേ ഉള്ളൂ, നിങ്ങളും നിങ്ങളെ മോന് മോശാണെന്നൊന്നും നമ്മൾ പറയണില്ല. ബാക്കിയെങ്കിൽ ഈ നിങ്ങളോട് പണിക്ക് വരണ്ട.
നിങ്ങളെ മോനും എൻ്റെ മോളുടെ പുറകെ വരരുത്. എൻ്റെ മോനെ പറഞ്ഞു മനസ്സിലാക്കാൻ നോക്ക്. ഇല്ലെങ്കിൽ എന്താ സംഭവിക്കാൻ പോണെന്ന് അറിയാലോ. സാവിത്രി കണ്ണീരോടെ കൈകൂപ്പി പറഞ്ഞു. വേണ്ട, ഒന്നും വേണ്ട. ഞാനിനി പണിക്ക് വരില്ല. എൻ്റെ മോനും സൂറമോളുടെ പിന്നാലെ വരില്ല. പോയിക്കോളാം. എൻ്റെ കുട്ടിയെ ഞാൻ പറഞ്ഞു മനസ്സിലായിക്കോളാം. സാവിത്രി സൂര്യയുടെ അടുത്തേക്ക് വന്നു. മോളെ, അച്ഛനും അമ്മയും പറയുന്ന പോലെ അനുസരിക്ക്. എൻ്റെ മോനെ മറന്നേക്ക്. എനിക്ക് അവനേയുള്ളൂ. ഞങ്ങൾ വെറുക്കരുത്. മോള് ശപിക്കരുത്. തൊഴുകയോടെ പറയുന്ന സാവിത്രിയെ സൂറ കണ്ണീരോടെ നോക്കി. ഒന്നും തിരിച്ചു പറയാൻ കഴിയുന്നുണ്ടായിരുന്നില്ല അവൾക്ക്. അപ്പോഴാണ് സുബൈറിന്റെ ഒപ്പം മുഹമ്മദ് അലി വീൽ ചെയറിൽ അങ്ങോട്ട് വന്ന്. നടക്കാൻ ചെറിയ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് വീൽ ചെയറിലാണ് ആളിപ്പോ. അയാളോടൊപ്പം ഭാര്യ മൈമൂനയും ഉണ്ട്. മോനെ സുബൈറേ, ഉപ്പൊരു കാര്യം ചോദിച്ചാൽ ഈ സത്യം പറയോ? പറൂപ്പ. അനക്ക് വലുത് എൻ്റെ മോളുടെ സന്തോഷവും ജീവിതമാണോ അതോ നാട്ടുകാരുടെ സന്തോഷാണോ? നീക്ക് വലുതിന്റെ മക്കളുടെ സന്തോഷ എന്താ ഉപ്പ? പിന്നെ എന്തിനാണ് ഈ വാശി? സൂറ മോൾ ഇഷ്ടപ്പെട്ട ജീവിതം സമ്മതിച്ചു കൊടുത്തുകൂടെ അനക്ക്? ഒന്നുമില്ലെങ്കിലും ഓന് സ്വന്തമായിട്ട് വീടുണ്ട്, ഗവൺമെന്റിന്റെ ജോലിയുണ്ട്, ജീവിക്കാനുള്ളതൊക്കെ അത്യാവശ്യമുണ്ട് ആ വീട്ടില്. നമ്മുടെ മോള് സന്തോഷത്തോടെ ജീവിക്കും. അതുപോലെ പിന്നെ ജാതിയും മതവും അതൊക്കെ മനുഷ്യനുണ്ടാക്കിയതല്ലേ മക്കളെ. ഉപ്പ് എന്താ ഈ പറയണ്? എന്റെ മോളൊരു നായരക്കിന് കൊടുക്കാനോ? അത് നടക്കില്ല. ഓനൊരു മുസ്ലിമാണി സമ്മതിച്ചേനെ, പക്ഷെ ഇത് നടക്കില്ല. മാത്രമല്ല നാട്ടുകാരെന്ത് പറയും? ഓനും ഓളും തമ്മിൽ നിൽക്കാറുന്നാ പിന്നെ പുറത്തിറങ്ങാൻ പറ്റുമോ? നാട്ടുകാരാണോ എനിക്ക് ചെലവിന് തരുന്നത്? ഓരിക്ക് പറയാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. ഇവരുടെ നിക്കാതെ നടന്നാ പലരും പലതും പറയും. നാളെ മറ്റൊരു കാരണം കിട്ടിയാൽ നാട്ടുകാർ അതിന്റെ പുറകെ പോവും. അത്രയേ ഉള്ളൂ. എൻ്റെ മോള് സന്തോഷമായിട്ടിരിക്കണമെങ്കിൽ ഓൾ ആശിച്ച ജീവിതം നടത്തി കൊടുക്ക്. ഓ നല്ലോനാ, എൻ്റെ മോളെ പൊന്നുപോലെ നോക്കും. പിന്നെ സാവിത്രി, ഇവിടെ ജോലിക്ക് വരണോ വേണ്ടയോന്ന് തീരുമാനിക്കുന്നത് ഞാനാ, ഇയ്യല്ല. ഉപ്പ എന്തു പറഞ്ഞാലും ഇത് നടക്കില്ല. സൂറ, എൻ്റെ മോളെ ഞാൻ തീരുമാനിച്ച നിക്കാതെ നടത്തും. മോനെ, ഉമ്മ പറയുന്ന മോനൊന്ന് കേക്ക്. മോളുടെ സന്തോഷമല്ലേ നമ്മൾ നോക്കണ്ട്. എന്റെ തീരുമാനത്തിലൊരു മാറ്റമല്ല. സാവിത്രിന്റെ ഇവിടെ വേണ്ട. ഈ കുടുംബം നോക്കുന്നത് ഞാനാ. അപ്പം ഞാൻ പറയുന്ന ഇവിടെ നടക്കൂ. എല്ലാം കേട്ടുകൊണ്ട് സാവിത്രി പറഞ്ഞു. എൻ്റെ മോനെ പറ്റി ഇവിടെ ഒരു പ്രശ്നം വേണ്ട, ഞാൻ പോവാ. ഇനിയൊരു പ്രശ്നം ഉണ്ടാവില്ല. അതുകൊണ്ട് മുഹമ്മദ് പറഞ്ഞു. സാവിത്രി, നിന്റെ മകന്റെയും കണ്ണീര് ഈ കുടുംബത്തിൽ വീഴരുത്. സതുമോനോട് പറയണം ഒന്നും ഇനി ഓർക്കണ്ടാന്ന്. ഞാൻ കരുതിയത് എൻ്റെ മോൻ ഞാൻ പറഞ്ഞനുസരിക്കുന്ന ഇല്ല, ഓൻ്റെ തീരുമാനങ്ങളെ അനുസരിക്കൂ. അതല്ലെങ്കിലും അങ്ങനെയല്ലേ വരൂ. മക്കളൊരു പരിധിവരെ നമ്മൾ അനുസരിക്കും. പിന്നെ വാർദ്ധക്യത്തിലേക്ക് എത്തുമ്പോൾ മക്കൾ പറയുന്നത് നമ്മൾ അനുസരിച്ചോണം. അത്രയും പറഞ്ഞുകൊണ്ട് മുഹമ്മദ് അലി തലകുനിച്ചിരുന്നു. അയാളുടെ ഭാര്യ മൈമൂനയുടെ കണ്ണുകളും നിറഞ്ഞു. അന്ന് ഞാൻ ചെയ്ത തെറ്റിന് എൻ്റെ അമ്മ എല്ലാവരുടെയും മുമ്പിൽ നാണം കിട്ടു. എല്ലാവരോടും മാപ്പ് പറഞ്ഞ് അമ്മ ആ വീട് വിട്ടിറങ്ങി. പോകുന്നതിന് മുമ്പ് അമ്മയുടെ കയ്യിൽ കുറച്ച് പണം വെച്ചു കൊടുത്തു. പക്ഷെ അമ്മ അത് വാങ്ങിയില്ല. നിറഞ്ഞ കണ്ണോട് അവിടുന്ന് പോന്നു. പിന്നെ ഞാൻ സൂറയെ കണ്ടിട്ടില്ല. ജോലിക്ക് പോകുമ്പോഴൊക്കെ എൻ്റെ കണ്ണുകൾ അവളെ ചുറ്റും തിരയും. സങ്കടമായിരുന്നു പലം. അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഞാൻ കണ്ടു എൻ്റെ സൂയയെ മറ്റൊരുത്തൻ്റെ മണവാട്ടിയായിട്ട് നിൽക്കുന്നത്. പക്ഷെ അവളുടെ മുഖത്ത് ഒരു തരി സന്തോഷം പോലും ഉണ്ടായിരുന്നില്ല. ആരെയും മുഖമുയർത്തി നോക്കുന്ന പോലും ഇല്ലായിരുന്നു. സൂയിയുടെ നിക്കാഹ് കഴിഞ്ഞു. 1 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് മറ്റൊരു നാട്ടിലേക്ക് സ്ഥലം മാറ്റം കിട്ടി. അതെനിക്കൊരു ആശ്വാസമായിരുന്നു. അമ്മയും കൊണ്ട് ഞാൻ ഈ നാട്ടിൽ നിന്ന് പോയി. അവിടെ വെച്ചാ നിന്റെ അമ്മയെ കണ്ടുമുട്ടിയതും അവളെ എൻ്റെ ജീവിതത്തിലേക്ക് കൂട്ടിയതും. അച്ഛൻ അമ്മ എങ്ങനെയാണ് കണ്ടുമുട്ടിയത്? ഞാനും അമ്മ അവിടെയുള്ള ശിവന്റെ അമ്പലത്തിൽ എല്ലാ ചൊവ്വാഴ്ചയും വെളിയും പോകും. അങ്ങനെ ഒരിക്കൽ പോയപ്പോഴാ അമ്മ അമ്പലത്തിൽ തളർന്നു വീണ്. ഞാനപ്പോൾ വഴിപാടിൻ്റെ ചീട്ടെടുക്കാൻ പോയേക്കായിരുന്നു. തിരിച്ചു വരുമ്പോഴാ നിന്റെ അമ്മയുടെ മടിയിൽ എൻ്റെ അമ്മ കിടക്കുന്ന ഞാൻ കാണുന്നു. അന്ന് മുതൽ അമ്മയുടെ മനസ്സിൽ സരസ്വതിക്ക് സ്ഥാനം കിട്ടി. ഒരു ദിവസം ഞാൻ ജോലി കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോൾ, മോനെ, നമുക്ക് സരസ്വതി മോളെ ഇങ്ങോട്ട് കൊണ്ടുവന്നാലോ? അവൾക്ക് ആകെയുള്ള ഒരു മുത്തശ്ശിയാണ്. നമുക്ക് നാളെ സരസ്വതി ഒന്ന് കാണാൻ പോവാം. പോവാം. അങ്ങനെ നിന്റെ അമ്മയെ ഞാൻ പോയി കണ്ടു, മിണ്ടി, കേട്ടുറപ്പിച്ചു. സ്വന്തം ബന്ധമൊന്നും അധികം ഇല്ലാത്തതുകൊണ്ട് അധികാരിയും വിളിച്ചില്ല. അമ്പലത്തിൽ വെച്ച് താലി കെട്ടി നിന്റെ അമ്മയെ ഞാൻ എൻ്റെ സ്വന്തമാക്കി. 3 മാസം കഴിഞ്ഞപ്പോൾ അവളുടെ മുത്തശ്ശി ഭരിച്ചു. പിന്നെ അതിൻ്റെ സങ്കടത്തിലായിരുന്നു നിന്റെ അമ്മ. പിന്നീട് നീയുണ്ടായി. നിനക്ക് 3 വയസ്സായപ്പോൾ എൻ്റെ അമ്മയും പോയി. പിന്നെ ആ നാട്ടിൽ നിൽക്കാൻ തോന്നിയില്ല. ഇങ്ങോട്ടേക്ക് തിരിച്ചു വന്നു. പക്ഷേ ഇവിടെ വന്ന ശേഷം ഒരിക്കൽ പോലും പഴയ ഓർമ്മകളിലേക്ക് തിരിച്ചു പോയില്ല. ഒന്നും അന്വേഷിച്ചുമില്ല. നിന്നിലും നിന്റെ അമ്മയിലും മാത്രമായിട്ട് ഒതുങ്ങി ജീവിച്ചു. ഇന്ന് നീ പറയുമ്പോഴാ ആ തറവാടിനെ പറ്റി ഞാൻ ഓർക്കുന്നത് തന്നെ. അപ്പോഴാണ് പുറകിൽ നിന്നൊരു തേങ്ങൽ കേട്ടത്. സതു അശോകനും തിരിഞ്ഞു നോക്കി. എല്ലാം കേട്ട് കണ്ണീരോടെ നിൽക്കുകയാണ് സരസ്വതി. സതു എഴുന്നേറ്റ് സരസ്വതിയുടെ അടുത്ത് നിന്ന് അവരെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് സമാധാനിപ്പിച്ചു. ഓർക്കാനേ ഇഷ്ടമില്ലായിരുന്നു. അതുകൊണ്ടാണ് നിന്നോടൊന്നും പറയാഞ്ഞത്. എനിക്ക് എൻ്റെ സരസ്വതി മാത്രം മതി. ഒരു പുഞ്ചിരിയോടെ സരസ്വതി സതുവിനെ നോക്കി. അച്ഛൻ്റെയും അമ്മയുടെയും സ്നേഹം കണ്ട അശോകന്റെ കണ്ണുകളും നിറഞ്ഞു. മോനെ അശോക, ആ കുട്ടി നീ വിളിച്ചാൽ വരുമെങ്കിൽ കൊണ്ടുപോര്. ബാക്കി നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം. ഏയ് വേണ്ടച്ചാ, ഒന്നും വേണ്ട. ഞാനവളെ പറഞ്ഞു മനസ്സിലാക്കാം. എനിക്ക് നിങ്ങളെ രണ്ടുപേരെയും വേണം. ഞാൻ കാരണം അച്ഛൻ്റെ അമ്മയുടെയും തല ആരുടെ മുമ്പിലും കുനിയരുത്.
അപ്പൊ മോനെ റസിയ മോള് അവളോട് ഞാൻ പറഞ്ഞോളാം. എനിക്ക് വേണ്ട എല്ലാവരുടെയും അനുഗ്രഹത്തോടെയുള്ള ജീവിതമാണ്. പക്ഷെ റസിയോടൊപ്പം സലീം സമ്മതിക്കില്ല. അതുകൊണ്ട് എനിക്ക് അവളെ വേണ്ട. നീ സലീമിനെ കണ്ടിരുന്നു അല്ലേ? കണ്ടു. പക്ഷെ ദേഷ്യപ്പെട്ടില്ല. സമാധാനത്തിൽ എന്നോട് പറഞ്ഞു. അച്ഛനെ അയാൾ അറിയാമെന്നും അച്ഛനോട് ചോദിച്ചു നോക്ക്, എന്നിട്ട് തീരുമാനിക്കുമെന്നും പറഞ്ഞു. തീരുമാനം അത് നീയല്ലേ എടുക്കേണ്ടത്. ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല. എന്ത് വന്നാലും ഞങ്ങൾ നിന്നോടൊപ്പം ഉണ്ടാവും. വേണ്ടച്ചാ, ഈ ബന്ധം വേണ്ട. ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഞാൻ അവളെ വിളിച്ചെല്ലാം പറയാം. പിറ്റേന്ന് സധുവിന്റെ വീടിന് മുമ്പിൽ ഒരു കാറ് വന്ന് നിന്നു. ഒമ്പരത്ത് കസേരയിൽ നിന്ന് പത്രം വായിച്ചുകൊണ്ടിരുന്ന സധു പുറത്തേക്ക് നോക്കി. കാറിൽ നിന്നിറങ്ങുന്ന ആളെ കണ്ട സധു എഴുന്നേറ്റു. അയാൾ അടുത്തേക്ക് വന്ന് ചോദിച്ചു, എന്നെ ഓർമ്മയുണ്ടോ സലീം? മറക്കില്ല എന്നറിയാം. ഒരുപാടുണ്ടല്ലോ ഓർമ്മകള്. എൻ്റെ മകൻ സ്നേഹിക്കണ എൻ്റെ മകളെയാ. പക്ഷെ ഇപ്പോൾ അവൻ പറഞ്ഞ അവളെ വേണ്ടാന്ന്. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി എൻ്റെ മകനെല്ലാം സത്യം അറിഞ്ഞു എന്ന്. സലീം നിറഞ്ഞാണ്ടോടെ സധുവിനെ നോക്കി. ശേഷം സധുവിനെ കെട്ടിപ്പിടിച്ചു. സധു ഒന്നും മനസ്സിലാവാതെ ഞെട്ടി നിൽക്കുകയാണ്. ഒരു നിമിഷം എന്താണ് നടക്കുന്നത് അയാൾക്ക് മനസ്സിലായില്ല. എന്താ സലീം, എന്തു പറ്റി? എന്തിനാ കരയുന്നത്? ചേർത്ത് പിടിച്ച് സമാധാനിപ്പിച്ച ശേഷം സധു സലീമിനെ അടർത്തി മാറ്റി കസേരയിലെത്തി ചോദിച്ചു, എന്നോട് ദേഷ്യമുണ്ടെന്നറിയാം, പക്ഷേ അതിൻ്റെ മകളോട് തീർക്കരുത്. എന്തൊക്കെയാ സലീം ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നിന്നീൻ്റെ പെങ്ങളി അയറ്റിയത് വിധിയല്ല, ഞങ്ങളായിരുന്നു. അന്ന് ആ സമ്പത്തിന് ശേഷം സൂറ ആരോടൊന്നും മിണ്ടിയിട്ടില്ല. ഒരു യന്ത്രം പോലെ ആയിരുന്നു അവള്. ഒടുവിൽ കോടീശ്വരനായ അഫ്സലിൻ്റെ കയ്യിലേക്ക് എൻ്റെ പെങ്ങളെ കൊടുക്കുമ്പോൾ എല്ലാവരും അസൂയോടെ ആയിരുന്നു ഞങ്ങളെ കണ്ടിരുന്നത്. ഞങ്ങൾക്ക് അതൊക്കെ ഒരു സന്തോഷമായിരുന്നു. ആദ്യമൊക്കെ അവൾ വിളിക്കുകയായിരുന്നു. പിന്നെ വിളിക്കാതെയായി, വരാതെയായി. അന്വേഷിച്ച് ചെന്നപ്പോഴാണ് മനസ്സിലായത് സൂറ അവൻ്റെ വീട്ടിൽ വെറും വേലക്കാരിയാണെന്ന്. അഫ്സലിന് മറ്റു പല ബന്ധങ്ങളുണ്ടെന്ന്. എല്ലാം സൂറ അറിഞ്ഞിട്ടും നന്നായില്ല. പിന്നീട് അതിനെ ചൊല്ലി വഴക്കായി, ബഹളായി. അവൾ വീട്ടിലറിയിക്കെന്ന് പറഞ്ഞപ്പോൾ അവൻ എൻ്റെ പെങ്ങളെ പെണ്ണാണെന്ന് പോലും നോക്കാതെ കൊല്ലാക്കൊല ചെയ്തു. അതും ഓൻ്റെ വീട്ടുകാരുടെ മുന്നിലിട്ട്. എല്ലാം സഹിച്ച എൻ്റെ സൂഹ്റ. സധു ഞെട്ടിലോടെ സലീമിനെ നോക്കിയിരിക്കുകയാണ്. സലീം, സൂഹ്റ അവളിപ്പോ? സലീം ഒരു പൊട്ടിക്കരച്ചിലൂടെ സധുവിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, കൊന്നു കളഞ്ഞടാ ഓനിൻ്റെ പെങ്ങളെ. ഓളെ മാത്രമല്ല, ഓളുടെ കുഞ്ഞിനെയും. സധു ഒരു വിറയലോടെ സലീമിനെ അടർത്തി മാറ്റി. എന്താണാ പറഞ്ഞ്? എൻ്റെ സുഹി അവൻ എന്തിനാണ് അവനത് ചെയ്ത്? പറ സലീം, എൻ്റെ സുഹി അവൻ എന്താ ചെയ്ത്? വിവാഹം കഴിഞ്ഞ് ആദ്യമൊക്കെ ഓനോളോട് സ്നേഹമായിരുന്നു. പതിയെ ഓളും എല്ലാം മറന്നു. ഓനെയും സ്നേഹിച്ചു. പക്ഷേ ബിസിനസ് ആവശ്യങ്ങൾക്കാവും പോയാൽ ഒരുപാട് ദിവസങ്ങൾ കഴിഞ്ഞേ തിരിച്ചു വരൂ. ആദ്യമൊന്നും അവളൊന്നും ശ്രദ്ധിച്ചില്ല. ബാക്കിയെങ്കിൽ പലപ്പോഴായിട്ട് ബന്ധുക്കളുടെ മുമ്പിൽ അവളെ അപമാനിക്കാൻ, വേദനിപ്പിക്കാൻ ചെയ്തപ്പോൾ അവൾ അവനോട് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞ് എല്ലാം വെറുതെയാണെന്നും ഒന്നും മനസ്സിൽ വെക്കാണ്ടാന്നും. ആദ്യമൊക്കെ അവളതെല്ലാം സഹിച്ചു. ബാക്കിയെങ്കിൽ വീണ്ടും അവൻ്റെ ഉപദ്രവം സഹിക്കാൻ പറ്റാതായി. മാനസികമായിട്ടും ശാരീരികമായിട്ടും അവൻ ഉപദ്രവിക്കും. അവൾക്ക് വയ്യാണ്ടിരിക്കുന്ന സമയത്ത് പോലും അവൻ വെറുതെ വിടില്ല. ഒരിക്കലും അങ്ങനെ ഒരു അവസ്ഥയിലിരിക്കുമ്പോഴാണ് ഓളുടെ അനുവാദം പോലും ഇല്ലാതെ ഓനിൻ്റെ പെങ്ങളെ. സധുവിൻ്റെ ഉള്ളിൽ വലിയൊരു ഭാരം വന്ന് നിറയുന്നയാൾ അറിഞ്ഞു. ആകെ ഒരു മരവിപ്പ് പോലെ തോന്നി സധുവിന്. ആരോടൊന്നും പറഞ്ഞില്ല. ഓളെല്ലാം സഹിച്ചു. അങ്ങനെ ഒരു ദിവസം സംശയം തോന്നി ഓൾ ഹോസ്പിറ്റലിൽ പോയി പറഞ്ഞു ഓളൊരു ഉമ്മയാവും പോവാണെന്ന്. അതറിഞ്ഞാലെങ്കിൽ അവസാനം നന്നാവുമെന്ന് ഓള് പ്രതീക്ഷിച്ചു. ബാക്കിയെങ്കിൽ ആ സന്തോഷം അറിയിക്കാൻ വീട്ടിൽ ചെന്നപ്പോൾ ഓള് കണ്ട കാഴ്ച മറ്റൊരു പെണ്ണിനോടൊപ്പം അവൻ. എല്ലാം കൊണ്ട് ഓള് തകർന്നു പോയി. അവളെല്ലാ സത്യങ്ങളും വീട്ടിൽ അറിയിക്കുന്നു പറഞ്ഞപ്പോൾ ഗർഭിണിയാണെന്ന് പോലും നോക്കാതെ ഒരുപാട് തല്ലി. എന്നിട്ട് ഓള് പിന്മാറിയില്ല. എല്ലാവരും അറിയിക്കുന്ന ഉറപ്പിച്ചു. ഈ ആരോടെങ്കിലും പറഞ്ഞ പിന്നെ നീ ഉണ്ടാവില്ല. കേഴി, നിങ്ങൾ എന്നെ എത്ര തല്ലിയാലും ശരി, ഞാനിത് എല്ലാവരോടും പറയും. ഇത്രയും കാലം ഞാൻ സഹിച്ചു, ഇനി പറ്റില്ല. ഒരു കുഞ്ഞായെങ്കിലും നിങ്ങൾ നന്നാവുമെന്ന് ഞാൻ കരുതി. ഇപ്പൊ ആ പ്രതീക്ഷ ഇല്ലാതെയായി. ഗർഭിണിയാണെന്ന് പോലും നോക്കാതെ നിങ്ങൾ എന്റെ ദേഹത്ത് കൈവച്ചില്ലേ? എല്ലാവരും എല്ലാം അറിയട്ടെ. നീ പറയില്ലടി. പറയാൻ പറ്റില്ലതിനെ കൊണ്ട്. പറയും, എനിക്ക് ജീവനുണ്ടെങ്കിൽ. ആണോ? എന്നാ ജീവൻ ഞാനിങ്ങ് എടുത്താലോ? എടുക്കട്ടെ സൂറ? ഔസലിന്റെ മുഖം കണ്ട് സൂറ ഭയന്നു. അവൻ പറഞ്ഞ വാക്കുകൾ അവിടെ ചെവിയിൽ അലയടിച്ചു. അവൾ ഭയത്തോടെ പിന്നിലേക്ക് ചുവടുവെച്ചു. വേണ്ടിക്ക, എന്നൊന്നും ചെയ്യരുത്. ഞാൻ പൊക്കോളാം. എനിക്ക് ജീവിക്കണം. നമ്മുടെ കുഞ്ഞിനെ ഓർത്തെങ്കിലും എന്നൊന്നും ചെയ്യരുത്. തൊഴുകൈയോടെ അവൾ യാചിച്ചു. ഇല്ല സൂറ, നിന്നെ നീ വെറുതെ ഇടാൻ പറ്റില്ല. അതെനിക്ക് ദോഷം ചെയ്യും. നിന്റെ സൗന്ദര്യം കണ്ട് തന്നെയാണ് നിന്നെ കെട്ടിയത്. പക്ഷെ ഇപ്പം എൻ്റെ ആവശ്യങ്ങളെല്ലാം കഴിഞ്ഞു. ഇനി നിനക്ക് പോവാം. നിന്റെ വീട്ടിൽ വിട്ടാ എൻ്റെ എല്ലാവരും അറിയും. മറിച്ച് നിന്നെ പരലോകത്തേക്ക് വിട്ടാ ആരും ഒന്നും അറിയില്ല. വെറൊരു അപകടം വരണം, അത്രേ വിചാരിക്കും. അപ്പൊ എങ്ങനെയാ സൂറ, മരിക്കല്ലേ? വേണ്ടിക്ക, എന്നൊന്നും ചെയ്യില്ലേ. പറഞ്ഞു കഴിഞ്ഞതും അഫ്സൽ സൂറയെ പഠിക്കേണ്ട മുകളിൽ താഴേക്ക് പിടിച്ചു കളി. തലയും വയറും പിടിച്ച് അവൾ താഴേക്ക് ഒരലർച്ചയോടെ വീണു. ആ നിമിഷം തന്നെ അവളുടെ ബോധവും പോയി. തറയിലായ രക്തം നിറഞ്ഞൊഴുകി. ഒരു നിമിഷം അഫ്സലൊന്ന് ഭയന്നുപോയി. പെട്ടെന്ന് തന്നെ സ്വബോധം വീണ്ടെടുത്ത അഫ്സലും അവന്റെ കൂടെ ഉണ്ടായിരുന്ന പെണ്ണും ചേർന്ന് സൂറയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. എന്നാൽ ഇതെല്ലാം കണ്ടുകൊണ്ട് പുറത്ത് ജോലിക്ക് വന്നിരുന്ന സ്ത്രീ അവിടെ ഉണ്ടായിരുന്നു. ഇവരുടെ ബഹളം കേട്ട് ജനൽ വഴി എത്തി നോക്കിയതായിരുന്നു. എല്ലാം കണ്ട് മരവിച്ച അവസ്ഥയിൽ അവർ നിന്നുപോയി. സലീം പറഞ്ഞു നിർത്തി. സധു നിറഞ്ഞ കണ്ണുകളോട് സലീമിനെ നോക്കി. ഹോസ്പിറ്റലിൽ ഞങ്ങൾ ചെല്ലുമ്പോഴേക്കെല്ലാം കഴിഞ്ഞിരുന്നു. ആർക്കും ഒരു സംശയം തോന്നിയില്ല. കാല് വഴുതി വീണെന്നാണെന്ന് അഫ്സൽ പറഞ്ഞ് അവളും കുഞ്ഞും പോയെന്ന് പറഞ്ഞ് എന്നെ കെട്ടിപ്പിടിച്ച് അവൻ കരഞ്ഞുണ്ടപ്പോൾ
ഞങ്ങൾ അറിഞ്ഞില്ല എൻ്റെ പെങ്ങളുടെ മരണത്തിന് പിന്നിൽ അവനാണെന്ന്. എല്ലാ ചടങ്ങും കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ആ സ്ത്രീ വീട്ടിൽ വന്നു. ഞാൻ ജാനകി, ഇവിടുത്തെ സൂറയെ നിക്കാഹ് കഴിപ്പിച്ചു കൊടുത്ത വീട്ടിലെ ജോലിക്കാരിയാ. ആ സൂറ പറഞ്ഞിട്ടുണ്ട്, വരൂ. സാറ് സൂറമ്മോളുടെ ചേട്ടനാണോ? അതെ, ഞാനിവിടെ ഇക്കയാണ്. പിന്നെ എന്നെ സാറെന്ന് വിളിക്കണ്ട, സലീം അങ്ങനെ വിളിച്ചോളൂ. അയ്യോ, ഞാൻ ശീലിച്ചു പോയതുകൊണ്ടാ സൂറയെ ഞാൻ മോളേന്നാ വിളിക്കാറ്. ആ കുട്ടി തന്നെ പറഞ്ഞതാ അങ്ങനെ വിളിക്കാൻ. അപ്പോൾ ഈ കാത്തുനിന്ന് എല്ലാവരും വന്നു. അവർ കണ്ടെന്ന് ജാനകി എഴുന്നേറ്റു. ഇരിക്കും, സൂറ പറഞ്ഞിട്ടുണ്ട് ജാനകിയെ പറ്റി. വെറുതെ വന്നാണോ അതവിടെ എന്തെങ്കിലും? ഞാൻ വന്ന മറ്റൊരു കാര്യം പറയാനാ. കുറച്ച് നാളായിട്ട് ഉള്ളിൽ കൊണ്ടടക്കുക, ഇനി വയ്യ. ഓരോ ദിവസവും പേടിച്ചാ ജീവിക്കുന്നേ. എന്ത് പറ്റി? എന്ത് കാര്യം പറയാനാ വന്ന്? സലീം വെപ്രാളത്തോടെ ചോദിച്ചു. ജാനകി അവിടെ കണ്ടതും കേട്ടതും അറിഞ്ഞതുമെല്ലാം അവരോട് പറഞ്ഞു. ആമിന അലറിക്കരഞ്ഞു. സുബൈർ തളർന്നു വീണു. സലീമാകെ മരവിച്ച പോലെ നിന്നു. ജാനകി പോയ ശേഷം അവിടമാകെ നിശബ്ദ തളം കിട്ടി. സുബൈർ വാപ്പിയുടെയും ഉമ്മയുടെയും മുറിയിലേക്ക് നടന്നു. ആരവിടെ കിടക്കുകയായിരുന്നു. സുബൈർ ഒരു പൊട്ടിക്കരച്ചിലൂടെ വാപ്പിയുടെയും ഉമ്മയുടെയും കാലിലേക്ക് വീണു. അവർ തലയുയർത്തി നോക്കി. വാപ്പ, എന്റെ മോള്, എല്ലാത്തിനും കാരണം ഞാനാ. എന്റെ മോള് മരിക്കാൻ കാരണം ഞാനാ. അന്ന് എന്നോട് നിങ്ങൾ എന്തോരം പറഞ്ഞു. എന്റെ വാശി കാരണം എന്റെ മോള് എന്നെ കൊന്നേക്ക്. വാപ്പ, ഇങ്ങനെ ജീവിക്കണ്ട. അന്നെ കൊന്നാ സൂറമോളെ തിരിച്ചു കിട്ടുമെന്ന് അന്നേ ഇപ്പൊ പറഞ്ഞല്ലേ അവൾ ആശിച്ച ജീവിതം കൊടുത്തേക്കാൻ. അന്ന് അവൻ്റെ ഉമ്മ ചങ്കുപൊട്ടി കരഞ്ഞ അവിടുന്ന് പോയത്. ഇപ്പം അവരെവിടെയാണെന്ന് പോലും അറിയില്ല. ആ ചെക്കൻ ഇതറിഞ്ഞ ഓനും പോകും ഓളുടെ അടുത്തേക്ക്. എൻ്റെ കണ്ണീര് കൊണ്ട് ഇനിയൊന്നും നടക്കില്ല. കൽബ് പറിച്ചെടുത്ത് മാറ്റുമ്പോൾ ഉണ്ടാവുന്നൊരു വേദനയുണ്ട്. ഇപ്പൊ മനസ്സിലായോ? എൻ്റെ സൂറമോൾ അന്നറിഞ്ഞ വേദന. പോയപ്പോൾ ആർക്ക് പോയി? നമ്മുടെ കുടുംബത്തിന് പോയി. ഓട്ടെ, എൻ്റെ കുട്ടിക്ക് അത്ര ആയുസേ പടച്ചും കൊടുത്തിട്ടുള്ളൂ. ഉപ്പുപ്പ, സലീം അയാളെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. മോനെ, അവനെ വെറുതെ വിടരുത്. ഒരു കോടതിക്കോനെ വിട്ടുകൊടുക്കരുത്. മടകുട്ടി അനുഭവിച്ച വേദന ഓൻ അറിയണം. അറിയിച്ചു കൊടുക്കും ഞാൻ, സലീം അലർച്ചയോടെ പറഞ്ഞു. പക്ഷേ ഞങ്ങൾക്കത് ചെയ്യേണ്ടി വന്നില്ല. ഓൻ ചെയ്ത് കൂട്ടിയതിന് പടച്ചോൻ കൊടുത്തു. ഓന് ഒരു ആക്സിഡന്റ് രൂപത്തിൽ 2 കാലും നഷ്ടപ്പെട്ടു. അന്ന് അവനെ കാണാൻ എന്നോടൊപ്പം എല്ലാവരും വന്നു. ചെയ്തു പോയതോർത്ത് ഞങ്ങളുടെ മുമ്പിൽ കൈകൂപ്പി കരഞ്ഞു. ബാക്കിയെങ്കിൽ പൊറുക്കാൻ ഞങ്ങൾക്ക് പറ്റിയില്ല. ഉപ്പയും ഉമ്മയും ഓനെ ഒരുപാട് ശപിച്ച അവിടുന്ന് ഇറങ്ങിയത്. അതിൻ്റെ ഫലം നോണോൻ കുറേ കാലം കിടന്ന് നല്ലപോലെ നരകിച്ചാണ് മരിച്ചത്. മയ്യത്ത് കാണാൻ പോലും ഞങ്ങൾ പോയില്ല. സൂറാൻ്റെ ഓർമ്മകളിൽ നീറി ഉപ്പയും ഉമ്മയും പോയി. അതോടെ ഉപ്പ കിടപ്പിലായി. ഉമ്മയാകെ തളർന്ന അവസ്ഥ. പിന്നെ എല്ലാം ഒന്ന് പച്ച പിടിച്ച് വന്ന് എൻ്റെ നിക്കാഹിന് ശേഷം, റസിയമോള് വന്ന ശേഷം എല്ലാം പഴയ പോലെ ആയത്. ഇപ്പം എൻ്റെ മോളും നിൻ്റെ മോനും ഒന്നാവാൻ ആഗ്രഹിക്കുക. പക്ഷേ ഇന്നലെ എൻ്റെ മോള് പറഞ്ഞു ഉപ്പാക്ക് ഇഷ്ടമില്ലാത്തൊന്നും ഓൾക്കും വേണ്ടെന്ന്. അപ്പോഴേ എനിക്ക് മനസ്സിലായി ഈ എൻ്റെ മകനോടെല്ലാം പറഞ്ഞിട്ടുണ്ടാവൂന്ന്. ഞാനവനോടെല്ലാം പറഞ്ഞു. എല്ലാം അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവൻ തന്നെയാ പറഞ്ഞൊന്നും വേണ്ടാന്ന്. പക്ഷെ ഞാൻ സമ്മതിച്ചില്ല. ഇഷ്ടപ്പെട്ടെങ്കിൽ കൊണ്ടുവന്നോളാം ഞാൻ പറഞ്ഞ. പക്ഷെ അവൻ കേട്ടില്ല. എൻ്റെ മോനെവിടെയാ? അശോകൻ പുറത്തേക്ക് വന്നു. അവനെ കണ്ട സലീം അടുത്തേക്ക് ചെന്ന് പറഞ്ഞു. മോനെ, ഞമ്മൾ കാരണം നിങ്ങൾ തമ്മിൽ പിരിയരുത്. ഒരിക്കലും നമ്മുടെ സ്വാർത്ഥ കൊണ്ടെല്ലാം നഷ്ടപ്പെട്ടു. മോനോട് ഉപ്പാക്കൊരു ദേഷ്യമില്ല. ഈ സാധുവിൻ്റെ മോനാണ് അറിഞ്ഞപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി. പക്ഷെ ഒന്നും അറിയാതെയല്ല, എല്ലാം അറിഞ്ഞതന്നെ ഈ വരണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് നിൻ്റെ അച്ഛനോട് പോയിട്ട് എല്ലാം ചോദിച്ചറിയാൻ ഞാൻ പറഞ്ഞു. പക്ഷെ അറിഞ്ഞ ശേഷം നീ അവളെ സ്വീകരിക്കുന്ന ഞാൻ കരുതിയത്. വേണ്ടെന്ന് വെക്കുമെന്ന് ഞാൻ കരുതിയില്ല. അത് കേട്ട് അശോകൻ പറഞ്ഞു. മറ്റൊന്നും കൊണ്ടല്ല, എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് അങ്ങനെ ഒരു തീരുമാനം എടുക്കാനാണ് തോന്നിയത്. റസിയെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അവൾ ഒഴിവാക്കണമെന്ന് ഒരിക്കലും ഞാൻ ചിന്തിച്ചിട്ടില്ല. അല്ലെങ്കിൽ സ്നേഹിക്കുന്ന സമയത്ത് ജാതി മതം നോക്കില്ലല്ലോ. കാര്യത്തോടെ അടുക്കുമ്പോഴെല്ലാം ഓർക്കൂ. ഇവിടേക്ക് തിരിച്ചു വന്ന ശേഷം അച്ഛൻ ഒരിക്കൽ പോലും സൂറാൻറ്റിയെ പറ്റി അറിയുകയോ അന്വേഷിക്കുകയോ ചെയ്തില്ല ഈ നിമിഷം വരെ. പക്ഷേ ഇപ്പോൾ അവരെക്കുറിച്ച് ഉപ്പ പറഞ്ഞറിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ റസിയാൻ ഒഴിവാക്കാൻ പേടി തോന്നുക. സലീം ഒരു പുഞ്ചിരിയോടെ അശോകനെ നോക്കി പറഞ്ഞു. അതിന് എൻ്റെ മോളെ ഒഴിവാക്കാൻ മോനെ ഞാൻ സമ്മതിച്ചില്ലെങ്കിലോ? അശോകനും സതുവും സലീമിനെ നോക്കി. അത് കണ്ടുകൊണ്ട് സരസ്വതി അവിടേക്ക് വന്നു. സലീം അവരെ 3 പേരെയും നോക്കിക്കൊണ്ട് സതുവിൻ്റെ അടുത്തേക്ക് ചെന്നു. അവൻ്റെ കരം കവർന്നുകൊണ്ട് ചോദിച്ചു. എൻ്റെ മോളെ എൻ്റെ മോന് കൈ പിടിച്ചു കൊടുക്കാൻ സമ്മത. എൻ്റെ സൂറാക്ക് സംഭവിച്ചെൻ്റെ റസിയാക്ക് സംഭവിക്കരുത്. എൻ്റെ മോൾ ഓൾക്ക് ഇഷ്ടപ്പെട്ട ആളോടൊപ്പം ജീവിച്ചോട്ടെ. കഴിഞ്ഞു പോയ കാര്യങ്ങൾ മനസ്സിൽ വെച്ച് എൻ്റെ കുടുംബത്തെ ഇനി ഇജ് വെറുക്കരുത്. നന്ദുവിൻ്റെ കരം കൂട്ടിപ്പിടിച്ച് സലീം പറഞ്ഞു. അതുകൊണ്ട് സതുവിൻ്റെ കണ്ണ് നിറഞ്ഞു. എന്താ സലീമേ നീ പറയണേ? വെറുക്കേ? അതിന് കഴിയും എനിക്ക്? ഇല്ലടോ, ഒരിക്കലും നിന്നെയോ നിൻ്റെ കുടുംബത്തെയോ വെറുക്കുകയോ ശപിക്കുകയോ ചെയ്തിട്ടില്ല. നല്ലത് വരുത്തണമെന്ന് പ്രാർത്ഥിച്ചിട്ടേ ഉള്ളൂ. ഞങ്ങൾക്ക് സമ്മത റസിയമോൾ അശോകൻ്റെ പെണ്ണായിട്ട് ഞങ്ങളുടെ മകളായി സ്വീകരിക്കാൻ. സതു സരസ്വതിയെ നോക്കി. മിഴികൾ നിറയുന്നുണ്ടെങ്കിലും മനസ്സറിഞ്ഞ പുഞ്ചിരിയാണ് അവരിൽ. എല്ലാവരും ഒരുപോലെ സന്തോഷിച്ചു. കാര്യങ്ങളെല്ലാം തീരുമാനിച്ചു കഴിഞ്ഞ ശേഷമാണ് സലീം അവിടുന്ന് ഇറങ്ങിയത്. തിരിച്ച് വീട്ടിലെത്തുമ്പോൾ സലീമിനെ കാത്ത് പ്രതീക്ഷയോടെ റസിയ ഉമ്മറത്തന്നെ ഉണ്ടായിരുന്നു. ഉപ്പ, എന്തായി പോയ കാര്യം? എല്ലാം ഉപ്പ ശരിയാക്കി. എൻ്റെ മോളോ എൻ്റെ മണവാട്ടിയാവാൻ തയ്യാറായിക്കോ. അത് കേട്ട റസിയ ഉപ്പാനെ കെട്ടിപ്പിടിച്ചു. താങ്ക്സ് ഉപ്പ, എനിക്ക് ഒത്തിരി സന്തോഷമായി. സലീം സുബൈറിന്റെ മുറിയിലേക്ക് ചെന്നു. ഉപ്പ, ആ മോനെ ഈ വന്നോ?
പോയ കാര്യം എന്തായി? അവര് സമ്മതിച്ചോ? എല്ലാം പറഞ്ഞുറപ്പിച്ചു. ഓൽക്കും സമ്മത. നമുക്ക് വലുത് റസിയ മോളുടെ സന്തോഷ. എൻ്റെ ഉപ്പ പറഞ്ഞ പോലെ നാട്ടുകാരുടെയും വീട്ടുകാരുടെയും സന്തോഷമല്ല. അവരെന്താന്ന് വെച്ചാ പറഞ്ഞോട്ടെ, നമ്മളതൊന്നും ശ്രദ്ധിക്കേണ്ട. എത്രയും പെട്ടെന്ന് രണ്ടാളുടെയും നിക്കാഹ് നടക്കട്ടെ. എൻ്റെ മോൾക്കുണ്ടായ ദുരിതം റസിയ മോൾക്ക് ഉണ്ടാവരുത്. സലീം നിറഞ്ഞ പുഞ്ചിരിയോടെ ഉപ്പയും ഉമ്മയും നോക്കി. പിന്നീടെല്ലാം പെട്ടെന്നായിരുന്നു. അശോകിന്റെ റസിയുടെയും വിവാഹം കഴിഞ്ഞു. എല്ലാവരുടെയും മുഖത്ത് സന്തോഷമാണ്. ആഗ്രഹിച്ച ജീവിതം കിട്ടിയ സന്തോഷത്തിൽ നിറഞ്ഞ പുഞ്ചിരിയോടെ നിൽക്കാൻ തന്റെ മകളെ സലീം നോക്കി നിന്നു. ഒരു നിമിഷം സലീമിന്റെ മനസ്സിൽ സുഹറയുടെ മുഖം തെളിഞ്ഞു. അതോടൊപ്പം ചെറിയ നോവും. അന്ന് സതുവുമായുള്ള ജീവിതത്തിന് വേണ്ടി തങ്ങളോട് കൈകൂപ്പി കെഞ്ചുമ്പോൾ താനെങ്കിലും അവൾക്കൊപ്പം ഉണ്ടായിരുന്നെങ്കിൽ ഇന്നെന്റെ പെങ്ങൾ ജീവനോടെ സന്തോഷത്തോടെ സതുവിനൊപ്പം ഉണ്ടായിരുന്നേനെ. അതേസമയം സതുവിന്റെ മനസ്സിലും ഇതേ ചിന്ത തന്നെയായിരുന്നു. ഈ കഥ ഇവിടെ അവസാനിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായിട്ട് രേഖപ്പെടുത്തുക. താങ്ക് യു.